ുന്നുവെന്ന് മാത്രമല്ല മഹ്ശറിൽ അംഗീകരിക്കുന്നു, വിചാരണയുടെ വേളയിൽ അംഗീകരിക്കുന്നു, ആഖിറത്തിൽ വിചാരണക്ക് മുമ്പും അംഗീകരിക്കുന്നു. അതുകൊണ്ടാണല്ലോ വിചാരണയുടെ നാളിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള മുഴുവൻ പ്രവാചകന്മാരെയും മുഴുവൻ നബിമാരെയും തേടിയിട്ട് അവരിൽ പ്രധാനപ്പെട്ട ആദം, നൂഹ്, ഇബ്രാഹിം, മൂസ, ഈസ അലൈഹിമുസ്സലാത്തു വസ്സലാം എന്ന ഉലുൽ അസ്മുകളിൽപ്പെട്ട പ്രവാചകന്മാരിലേക്ക് ശഫാഅത്തിന് വേണ്ടി നെട്ടോട്ടമോടുമെന്ന് ഹദീസിലുള്ളത്. ഈ നെട്ടോട്ടമോടുന്നതായ ഹദീസിനെ പറ്റി പറയുന്നിടത്ത് ഹദീസിന്റെ റിപ്പോർട്ട് എങ്ങനെയാണ്? ഇമാം അഹ്മദിന്റെ ഹദീസിലുള്ളത് ലവിസ്തശ്ഫഅനാ ഇലാ റബ്ബിനാ, നമ്മൾ ഇസ്തിശ്ഫാ നടത്തപ്പോ രക്ഷക്കതേ ഉള്ളൂ, പടച്ചോന്റെ അടുത്തേക്ക് ശുപാർശക്കാരെ കിട്ടുമോ നോക്കുക. ഇമാം ബുഖാരിയുടെ റിപ്പോർട്ടിലുള്ളത് എന്താ? ഇസ്തഗാസൂ ബി ആദം, ആദം നബിയോട് ഇസ്തിഗാസ നടത്തും. അപ്പൊ ഇസ്തിഗാസയും സഹായം തേടുന്നതും ശുപാർശ തേടുന്നതും ഒന്നിച്ചാണ് ഹദീസിന്റെ റിപ്പോർട്ട്. ഇസ്തിശ്ഫഅനാ ഇസ്തഗാസൂ എന്ന് പറയുന്നത് ആഖിറത്തിൽ ഇസ്തിശ്ഫാ നടത്തുന്ന കർമ്മത്തെക്കുറിച്ചാണ്. ഇത് കേൾക്കുമ്പോ പുത്തൻവാദികൾക്ക് തോന്നും ഇതിലൊന്നും നമുക്ക് നിഷേധമല്ലാന്ന്. പുത്തൻവാദികളുടെ പ്രസംഗം കേട്ട് ധാരാളം പഠിച്ചു വെച്ചവർക്കും തോന്നും ഇതിലൊന്നും നിഷേധമല്ലാന്ന്. നിഷേധിക്കുന്നുണ്ടെന്ന് ഞാൻ ആരോപിക്കുന്നുമില്ല. ഇല്ലാത്തത് ആരോപിക്കാൻ നമ്മുടെ പ്രസംഗത്തിൽ ഒരു ചാൻസും ഇല്ല. ഇസ്ലാമികൾക്ക് മാത്രം സാധാരണക്കാരെ പറഞ്ഞു പറ്റിച്ചിട്ടുള്ളത് എന്തൊക്കെയോ ആയതുകൊണ്ട് അവർക്ക് പുറമെ പറയാൻ പ്രയാസമുണ്ട്. എന്നാലും വ്യക്തമായി നഗ്നമായി അവർ നിഷേധിക്കുന്നില്ല ബർസഖിൽ ജീവിതമുണ്ട്. അപ്പൊ ചോദിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ബർസഖിലെ ജീവിതത്തിൽ മാത്രം ജീവിക്കുന്ന അംബിയാ ഔലിയാനോട് ഇസ്തിഗാസയും ഇസ്തിശ്ഫാഉം നടത്തുന്നതിൽ മാത്രം എന്തുകൊണ്ട് വിരോധം? അത് വിരോധിക്കാൻ മാത്രമുള്ള പ്രമാണം എന്ത്? ആഖിറത്തിൽ ചെന്നാല് പരലോകത്ത് ചെന്നാല് ആദം നബിയോട് ഇസ്തിഗാസ നടത്തുന്നില്ലേ? അതേപോലെ ദുനിയാവിൽ ജീവിച്ചിരിക്കുമ്പോ ഇസ്തിഗാസ നടത്തുന്നില്ലേ? പിന്നെന്താ ബർസഖിൽ നടത്തിക്കൂടാ എന്നുള്ളതിന് എന്താ തെളിവ്? ആ പറഞ്ഞ ഉത്തരത്തിൽ ആ ചോദ്യത്തിൽ തന്നെ ഉണ്ട് ഉത്തരം. എന്താണ്? ഈ ദുനിയാവിൽ നമ്മൾ രണ്ടു കൂട്ടരും ജീവിച്ചിരിക്കുന്നു. ഈ ദുനിയാവിൽ രണ്ടു കൂട്ടരും ജീവിച്ചിരിക്കുമ്പോഴാണ് ചെന്നിട്ട് പറയുന്നത് റസൂലേ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ മഹാന്റെ അരികെ ചെന്നുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ജീവിച്ചിരിക്കുമ്പോഴാണ്. ആഖിറത്തിലും ജീവിച്ചിരിക്കുന്നവർ ജീവിച്ചിരിക്കുന്ന ആദം നബിയുടെ അരികിലേക്ക് ചെല്ലുന്നു. ജീവിച്ചിരിക്കുന്ന മനുഷ്യരാണ് ജീവിച്ചിരിക്കുന്ന ആദം നബിയുടെ അരികിലേക്ക് ചെന്നിട്ട് പറയുന്നത് ഏതാദം നബിയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അല്ലാഹുവിനോട് പറയണം എന്ന് പറയുന്നത്. ബർസഖിൽ ഒരു കൂട്ടർ ഇവിടെ ജീവിച്ചിരിക്കുന്നു, മറുകൂട്ടർ ഈ ലോകത്തെയല്ല. രണ്ടു കൂട്ടരും രണ്ട് ലോകത്താണുള്ളത്. അതുകൊണ്ടാ പറ്റൂല എന്ന് പറയുന്നത്. ഒരാള് തുണിയെടുക്കാതെ നടക്കുക നാട്ടിലൂടെ. ആരോട് ചോദിച്ചു നിങ്ങളെന്താ തുണിയെടുക്കാതെ നടക്കണത്? അതോ അത് ഞാൻ എന്റെ ഉമ്മയുടെ വയറ്റിലായപ്പോ ഞാൻ തുണി ഇട്ട് കൊടുത്തിട്ടില്ലല്ലോ, ഡ്രസ്സില്ലല്ലോ. മാത്രമല്ല ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പ് എന്റെ വസ്ത്രം ദ്രവിച്ചു പോകുമല്ലോ, അപ്പോഴും എനിക്ക് അവിടെ വസ്ത്രമില്ലല്ലോ. പരലോകത്തെ വിചാരണക്ക് ഒരുമിച്ച് കൂട്ടുമ്പോ അവിടെയും വസ്ത്രമില്ലല്ലോ. പിന്നെ ഈ ദുനിയാവിൽ മാത്രം ഞാൻ എന്തിനു വസ്ത്രം ധരിക്കണം എന്നൊരാൾ ചോദിച്ചാൽ അയാളെ വേറെ വിളിക്കാൻ പറ്റുമോ? അതുപോലല്ലേ ഈ ചോദ്യം? മൂന്നും മൂന്നാണ്. ഈ ദുനിയാവിൽ ജീവിച്ചിരിക്കുന്നവർ ജീവിച്ചിരിക്കുന്നയാളുടെ അരികിൽ ചെന്ന് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നു. അതിന് തെളിവുണ്ട്, പ്രമാണങ്ങളുണ്ട്. മൂസാ നബിയുടെ അരികിൽ അദ്ദേഹത്തിന്റെ ജനത പോയ തെളിവുണ്ട്. അതേപോലെ റസൂലിന്റെ അരികിൽ സഹാബത്ത് പലപ്പോഴായി ചെന്നതിന് തെളിവുണ്ട്. പരലോകത്ത് ജീവിച്ചിരിക്കുന്നവർ ജീവിച്ചിരിക്കുന്ന അതേ ലോകത്ത് തന്നെ ജീവിച്ചിരിക്കുന്ന ആളുടെ അരികിലേക്ക് ചെല്ലുന്നു. അതും റസൂല് പഠിപ്പിച്ചു. എന്നാൽ ബർസഖിൽ ജീവിച്ചിരിക്കുന്നവരോട് ഇസ്തിഗാസ നടത്തുന്ന ഒരേർപ്പാട് റസൂല് പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല. ഇതിലുള്ള ഒരു ഉത്തരം. എന്നാൽ വീണ്ടും ചോദിക്കുന്നു അദ്ദേഹം. കേട്ടോളൂ നിങ്ങൾ അദ്ദേഹത്തിന്റെ ഒരു ചോദ്യം കൂടി. ശഫാഅത്ത് ആഖിറത്തിൽ അംഗീകരിക്കുന്നു. ആഖിറത്തിൽ അംഗീകരിക്കുന്നുവെന്ന് മാത്രമല്ല മഹ്ശറിൽ അംഗീകരിക്കുന്നു, വിചാരണയുടെ വേളയിൽ അംഗീകരിക്കുന്നു, ആഖിറത്തിൽ വിചാരണക്ക് മുമ്പും അംഗീകരിക്കുന്നു. അതുകൊണ്ടാണല്ലോ വിചാരണയുടെ നാളിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള മുഴുവൻ പ്രവാചകന്മാരെയും മുഴുവൻ നബിമാരെയും തേടിയിട്ട് അവരിൽ പ്രധാനപ്പെട്ട ആദം, നൂഹ്, ഇബ്രാഹിം, മൂസ, ഈസ അലൈഹിമുസ്സലാത്തു വസ്സലാം എന്ന ഉലുൽ അസ്മുകളിൽപ്പെട്ട പ്രവാചകന്മാരിലേക്ക് ശഫാഅത്തിന് വേണ്ടി നെട്ടോട്ടമോടുമെന്ന് ഹദീസിലുള്ളത്. ഈ നെട്ടോട്ടം ഓടുന്നതായ ഹദീസിനെ പറ്റി പറയുന്നിടത്ത് ഹദീസിന്റെ റിപ്പോർട്ട് എങ്ങനെയാണ്? ഇമാം അഹ്മദിന്റെ ഹദീസിലുള്ളത് ലവിസ്തശ്ഫഅനാ ഇലാ റബ്ബിനാ, നമ്മൾ ഇസ്തിശ്ഫാ നടത്തപ്പോ രക്ഷക്കതയുള്ളൂ,
പടച്ചോന്റെ അടുത്തേക്ക് ശുപാർശക്കാരെ കിട്ടുമോ നോക്കുക. ഇമാം ബുഖാരിയുടെ റിപ്പോർട്ടിലുള്ളത് എന്താ? ഇസ്തഗാസൂ ബി ആദം, ആദം നബിയോട് ഇസ്തിഗാസ നടത്തും. അപ്പൊ ഇസ്തിഗാസയും സഹായം തേടുന്നതും ശുപാർശ തേടുന്നതും ഒന്നിച്ചാണ് ഹദീസിന്റെ റിപ്പോർട്ട്. ഇസ്തഗാസൗ എന്ന് പറയുന്നത് ആഖിറത്തിൽ ഇസ്തിശ്ഫാ നടത്തുന്ന കർമ്മത്തെ കുറിച്ചാണ്. ഇത് കേൾക്കുമ്പോ പുത്തൻവാദികൾക്ക് തോന്നും ഇതിലൊന്നും നമുക്ക് നിഷേധമല്ലാന്ന്. പുത്തൻവാദികളുടെ പ്രസംഗം കേട്ട് ധാരാളം പഠിച്ചു വെച്ചവർക്കും തോന്നും ഇതിലൊന്നും നിഷേധമല്ലാന്ന്. നിഷേധിക്കുന്നുണ്ടെന്ന് ഞാൻ ആരോപിക്കുന്നുമില്ല. ഇല്ലാത്തത് ആരോപിക്കാൻ നമ്മുടെ പ്രസംഗത്തിൽ ഒരു ചാൻസുമില്ല. എന്താണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? ഇസ്തിശ്വാഅ് ദുനിയാവിൽ അംഗീകരിക്കുന്നു, അതേപോലെ തന്നെ ആഖിറത്തിൽ അംഗീകരിക്കുന്നു. പിന്നെന്താ ബർസഖിൽ നടത്തിക്കൂടെ? പാടില്ല. ദുനിയാവിലുള്ളതിന് തെളിവുണ്ട്, അതേപോലെ ബർസഖിലുള്ളതിന് തെളിവുണ്ട്. എന്നാൽ ഈ ദുനിയാവിൽ ജീവിച്ചിരിക്കുന്നവർ അവരുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി മരണപ്പെട്ടു പോയ മഹാന്മാരോട് പ്രാർത്ഥിക്കുക എന്നൊരേർപ്പാടിന് വിശുദ്ധ ഖുർആനിൽ തെളിവില്ല. ഏതെങ്കിലും ഒരു നബി അങ്ങനെ നടത്തിയിട്ടില്ല. ആ നബിമാരുടെ ജീവിതത്തിൽ അവർക്ക് പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ട്. ആ നബിമാരുടെ ജീവിതത്തിൽ അവർക്ക് കഷ്ടപ്പാടുകൾ ഉണ്ടായിട്ടുണ്ട്. അത്തരം സന്ദർഭങ്ങളിലൊന്നും തന്നെ തങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയവരോട് ഈ തെളിവുകളൊന്നും മനസ്സിലാക്കി അവർ ഇസ്തിശ്വാഅോ ഇസ്തിഗാസയോ ദുആയോ നടത്തിയിട്ടില്ല. ഇതൊക്കെ പറഞ്ഞെന്ന് റസൂലല്ലേ? ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്ന് ഈ ആളുകൾ നടത്താമെന്ന് പറയുന്നത് പോലെ ഒരു ഇസ്തിശ്വാഅ നടത്തിയിട്ടില്ല. അതുകൊണ്ടാണ് മുജാഹിദുകൾ പറയുന്നത് പാടില്ല. ഇനിയോ ഇതൊക്കെ ഇതാണ് ന്യായം. ആ ന്യായവും തെളിവുകളുമായോ പ്രമാണങ്ങളുമായോ ബന്ധപ്പെടുന്നതല്ല, ദുർന്യായങ്ങൾ മാത്രമാണ്. ഇനി മുജാഹിദുകൾ ഇത് പറയുമ്പോ ഈ കാലം വരെ ഈ സമൂഹത്തെ വൈകാരികമായി ഇവര് ചൂഷണം ചെയ്തത് എങ്ങനെയാ കണ്ടില്ലേ? അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നത് ശിർക്കാന്നല്ലേ ഇവർ പറയുന്നത്. അപ്പൊ മുശ്രിക്കുകളാണെന്നല്ലേ, നിങ്ങളെ വാപ്പ മുശ്രിക്കാണെന്നല്ലേ, നിങ്ങളെ വല്യാപ്പ മുശ്രിക്കാണെന്നല്ലേ, അങ്ങനെ ചെയ്തവരൊക്കെ മുശ്രിക്കുകളാണെന്നല്ലേ എന്ന് പറയുമ്പോ നമ്മള് പറയും നമ്മൾ ആരും മുശ്രിക്കാന്ന് പറയണില്ല, ഈ ചെയ്യണ പണി ശിർക്കാണെന്നേ പറയുന്നുള്ളൂ എന്ന് നമ്മൾ പറയുമ്പോ വലിയമാരിലേക്ക് എന്താ ശിർക്ക് ചെയ്യുമ്പോ മുശ്രിക്കല്ലേ, ശിർക്ക് ചെയ്താൽ പിന്നെ മുശ്രിക്കായില്ലേ എന്ന് ചോദിച്ച മുസ്ലിയാന്മാർക്ക് നേർക്ക് നേരെ ഒരു മുസ്ലിയാരൊക്കെ ചോദ്യം ചോദിച്ചപ്പോ സമ്മതിക്കേണ്ടി വന്നു. ശിർക്ക് ചെയ്താൽ മുസ്ലിക്കാവൂല. ശിർക്ക് ചെയ്തു എന്നുള്ളത് കൊണ്ട് മാത്രം ഒരാളെ മുസ്ലിക്ക് എന്ന് പറയാൻ പറ്റില്ല. ഞാനല്ല പറയുന്നത്, നജീബ് മുസ്ലിയാരാണ്, കേട്ടോളൂ. അങ്ങനെയുള്ളവർ കുഫറാണ് ചെയ്യുന്നത്. അവർ മുശ്രിക്കല്ലായിരുന്നു. അവർ ഈ മുശ്രിക്കീങ്ങളുടെ പ്രവൃത്തി ചെയ്യുന്നവരായിരുന്നു, മുശ്രിക്കുകളല്ല. 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 അവര് മുശ്രിക്കുകളെ പ്രവൃത്തി ചെയ്യുന്നവരാണ്, മുശ്രിക്കീങ്ങളല്ല. നമ്മളത് പറയുമ്പോഴോ മക്കയിലെ ആളുകൾ ചെയ്ത പ്രവർത്തനങ്ങളാണ് ഈ സമൂഹത്തിലുള്ള ആളുകൾ അവരുടെ വിശ്വാസം കൊടുത്ത കഴിവിൽ നിന്നാണ് സഹായിക്കുന്നത് എന്ന വിശ്വാസത്തോടുകൂടി ചോദിക്കുന്നവരുണ്ട്. അതേപോലെ ഞങ്ങൾ ഇലാഹാണെന്ന് വിശ്വസിക്കുന്നില്ല, ദൈവമാണെന്ന് വിശ്വസിക്കുന്നില്ല, ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നില്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത കഴിവിൽ നിന്ന് ഈ മഹാന്മാർ സഹായിക്കുന്ന വിശ്വാസത്തോടെയാണ് ഞങ്ങൾ ചോദിക്കുന്നത് എന്ന വിശ്വാസം അത് ഇസ്ലാമില്ലാത്തതാണ്, അത് അന്യമാണ് എന്ന് പറയുമ്പോൾ അത് മുശ്രിക്കാക്കലാണെന്ന് പറഞ്ഞ് വികാരം കളിച്ചിരുന്ന ആളുകൾ ഇപ്പോൾ തിരിച്ചറിഞ്ഞു, മുജാഹിദുകൾ പറഞ്ഞ് സത്യം അംഗീകരിച്ചു. സഹോദരന്മാരെ, ഈ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിലൂടെ പഠിപ്പിച്ച കാര്യം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ഈ ലോകത്ത് കഴിഞ്ഞു പോയ മുഴുവൻ നബിമാരും പഠിപ്പിച്ച കാര്യം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണമെന്നതാണ്. അതിന് വിരുദ്ധമായ ഒരു തെളിവ് ഖുർആനിലില്ല. എന്നാൽ തെളിവുണ്ടാക്കാൻ നടന്ന പൗരോഹിത്യം ഈ സമൂഹത്തിന് മുന്നിൽ ഇപ്പറഞ്ഞ ദുർവ്യാഖ്യാനങ്ങൾ പറയാൻ തുടങ്ങി. അല്ലാഹുവാണെന്ന്, അല്ലാഹുവിനാണ് എല്ലാ കഴിവുമെന്ന് വിശ്വസിച്ചാൽ മതി, അല്ലാഹുവാണ് എല്ലാവർക്കും കഴിവ് കൊടുക്കുന്നതെന്ന് വിശ്വസിച്ചാൽ മതി, ഖാലിഖാണെന്ന് വിശ്വസിക്കാതിരുന്നാൽ മതി എന്നൊക്കെ പറയാൻ തുടങ്ങിയപ്പോ ഈ സമൂഹം എവിടെ എത്തിപ്പെട്ടു എന്നാണ് നിങ്ങളിപ്പോൾ പൊളിഞ്ഞ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സമുദായം പള്ളിയിലേക്കല്ല പോകുന്നത്, ഖബറുകളിലേക്കല്ല പോകുന്നത്, മഹാന്മാരുടെ സന്നിധിയിലേക്കല്ല പോകുന്നത്, മറിച്ച് ഒരു പള്ളിപ്പറമ്പിന്റെ മൂലയിൽ, ഏതോ ഒരു മൂലയിൽ, ഒരു ഖബറിന് മുകളിലല്ലാതെ മുളച്ചു പൊങ്ങിയ മരത്തിനരികിലേക്ക് ആഗ്രഹ പൂർത്തീകരണത്തിന് ഈ സമുദായം കടന്നു ചെല്ലുന്ന ചിത്രമാണ് നിങ്ങളിപ്പോൾ പൊളിഞ്ഞ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ മരത്തിൽ തൊട്ടിൽ കെട്ടിയാൽ സന്താനമുണ്ടാകുമെന്ന്
എന്ന് ഈ സമുദായം വിശ്വസിക്കുന്നു. ആ മരത്തിലേക്ക് ഈത്തപ്പഴം നേർച്ചയാക്കിയാൽ സന്താനമുണ്ടാകുമെന്ന് ഈ സമുദായം വിശ്വസിക്കുന്നു. ആരാണ് ഇതിന് നേതൃത്വം നൽകുന്നത്? ആരാണ് ഈ ഒരു അവസ്ഥയിലേക്ക് ഈ സമുദായത്തെ എത്തിച്ചത്? ഇത് ലോകത്തിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ നടക്കുന്ന ഒരു കാര്യമല്ല. ഈ കൊച്ചു കേരളത്തിലെ പാലക്കാട് ജില്ലയിൽ നടക്കുന്ന ഒരു പ്രവർത്തനമാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് നേതൃത്വം നൽകുന്നത് വിവരമില്ലാത്തയാളല്ല. പള്ളിയിൽ വെള്ളിയാഴ്ച ജുമുഅക്ക് ആളുകൾക്ക് മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് ഖുത്ബ നിർവഹിക്കുകയും അതിനുശേഷം 2 റക്അത്ത് ജുമുഅ നിർവഹിക്കുകയും ചെയ്യുന്ന പണ്ഡിതന്മാരാണ് ഇതിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഇത് ചെയ്യാനുള്ള കാരണം? ഈ ഇവിടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഈ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്ന മുസ്ലിയാർ, അയാൾ വിശ്വസിക്കുന്നില്ല ഈ മരം ഇലാഹാണെന്ന്. അയാൾ വിശ്വസിക്കുന്നില്ല ഈ മരമാണ് എല്ലാ കഴിവുകളുടെയും ഉടമസ്ഥനെന്ന്. അയാൾ വിശ്വസിക്കുന്നില്ല ഈ മരത്തിന് പടച്ചതമ്പുരാൻ കൊടുക്കാത്ത എന്തെങ്കിലും ഒരു കഴിവുണ്ട് എന്ന്. ആഗ്രഹ പൂർത്തീകരണത്തിനായി അവിടെ ചെന്നു ചേർന്ന ഈ സമുദായത്തിന്റെ മക്കൾ ഇവർ വിചാരിക്കുന്നില്ല ഈ മരമാണ് ആകാശത്തെ ഉണ്ടാക്കിയതെന്ന്. അവർ മനസ്സിലാക്കുന്നില്ല ഈ മരമാണ് ഭൂമിയെ സൃഷ്ടിച്ചതെന്ന്. ആ മരത്തിന് പടച്ചതമ്പുരാൻ കൊടുക്കാത്ത എന്തെങ്കിലും ഒരു കഴിവുണ്ട് എന്നിവരാരും വിശ്വസിക്കുന്നില്ല. മറിച്ച് അവരവിടെ ചെല്ലുന്നു, പ്രാർത്ഥിക്കുന്നു, അവിടെ തൊട്ടിൽ കിട്ടുന്നു, അവിടത്തേക്ക് ഈത്തപ്പഴം നേർച്ചയാക്കുന്നു. എന്താ വിശ്വാസം? അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്ന് ഈ മരത്തിന് ചില കഴിവുകളുണ്ട്, ആ മരത്തിന് ചില ബർക്കത്തുകളുണ്ട്, അത് ലഭിക്കും എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. ആരാണ് പ്രിയപ്പെട്ടവരെ ഈ സമുദായത്തെ ഈ ശിർക്കിലേക്ക് അട്ടിത്തളിച്ച് കൊണ്ടുപോയത് എന്നാലോചിക്കണം.